ബാഗില് ബുക്ക് എടുത്ത് വെച്ചോ? ഒന്ന് വേഗം വന്ന് പുസ്തകമൊക്കെ എടുത്ത് വെച്ച ബാഗില്. നീ എനക്ക് എന്താ പണി ഇവിടെ? വേണ്ട വേണ്ട, സ്കൂളിൽ കൊണ്ടുപോയിട്ട് വേണം അത് കൊണ്ട് കളഞ്ഞിട്ട് വരാന്. ഇല്ല, ഇത് എന്റെ ഫ്രണ്ട്സിനെ കാണിക്കാനാണ് അമ്മേ. വേണ്ടാന്നല്ലേ പറഞ്ഞത്? നീ എത്ര പെൻസിലാ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ട് കളഞ്ഞത്? ഇനി അത് കൊണ്ട് കളയാൻ വേണ്ടിയിട്ടാ? അത് ഇന്നലെ ഞാൻ 2 പെൻസിൽ പുതിയത് വാങ്ങി വെച്ചതാണ്. പെൻസിൽ അവിടെ വെച്ചേക്ക്, കൊണ്ടുപോണ്ട. ഇനി മുഖം വീർപ്പിച്ച് നിൽക്കണ്ട, കൊണ്ടുപോയിക്ക് 2 എണ്ണവും. കൊണ്ടുപോയിട്ട് അതുപോലെ ഇവിടെ കൊണ്ടുവരണം. കളഞ്ഞിട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കില്. വലിയ ഇതൊന്നും വേണ്ട കേട്ടോ. ഇത് കളഞ്ഞിട്ടെങ്ങാണ്ട് വന്നിട്ടുണ്ടെങ്കില് എന്നപ്പോഴാണ് നിന്നെ ശരിയാക്കുക. ഓക്കെ മോളെ. എന്തൊക്കെയാണ്? എന്തൊക്കെയാ സ്കൂളിലെ വിശേഷങ്ങൾ? ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോ? കുപ്പിയാ? പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, രാവിലെ കൊണ്ടുപോയി പെൻസിൽ എവിടെ പോയി? വേഗം എടുത്തേ പെൻസില്. ഇതെന്താ ഒരു പെൻസിലല്ലല്ലോ, 2 പെൻസിലല്ലേ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയത്? ഒരു പെൻസിലും കൂടെ എവിടെ? ഇത് രാവിലെ കൊണ്ടുപോകുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പെൻസിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി. എവിടെ പെൻസില്? അത് കളഞ്ഞിട്ട് വന്നിട്ടുണ്ടാവൂലേ? ഇന്ന് ഞാനുണ്ട്. അല്ലാതെ ഒരു പെൻസിലേ ഇല്ലല്ലോ. അമ്മ 2 പെൻസിലല്ലേ മോളെ എനിക്ക് തന്നത്? ഒരു പെൻസിലും കൂടി എവിടെ? ഇങ്ങോട്ട് നോക്ക്, മുഖത്ത് നോക്കി വർത്താനം പറയും. ഇങ്ങോട്ട് നോക്കൂ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് രാവിലെ? പെൻസിൽ കൊണ്ടുപോകുമ്പോ ഞാൻ പറഞ്ഞോ കൊണ്ടുവേണ്ടാന്ന്? എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ എനിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, കൊണ്ടുപോകണ്ടാന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞില്ല പെൻസിൽ കൊണ്ടുപോകണ്ടാന്ന്.
ബാഗിലെങ്ങാനും വെച്ചിട്ടുണ്ടോ കുട്ടിയുടെ ഒരു കാര്യം? പെൻസിൽ ദിവസം പെൻസിൽ കൊണ്ടുപോകുക സ്കൂളിൽ കൊണ്ട് പറയും. എന്താ ഈ കുട്ടികൾക്കൊന്നും ഒരു ശ്രദ്ധയില്ലാത്തത്? അപ്പൊ ഞാൻ എന്താ ചെയ്യുക? എല്ലാ സാധനത്തിനൊരു സൂക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്തം വേണം. കടന്നത് തന്നെ നമുക്ക് കാര്യമല്ല. നിങ്ങളുടെ ഡയറി ആണല്ലോ ഇത്. ഡയറി എഴുതി വെച്ചിട്ട് ഇന്ന് ഞാൻ 2 പെൻസിലുമായാണ് സ്കൂളിലേക്ക് പോയത്. ക്ലാസ്സിലെത്തിയപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു വീണയെ കണ്ടു. എന്താ കാര്യം ചോദിച്ചപ്പോൾ അവളെ എടുത്ത് പെൻസിലില്ല പറഞ്ഞു. അപ്പോൾ അവളെ മിസ് അടിക്കും. അവളെ അമ്മേൻ്റെ അടുത്ത് പൈസ ഇല്ലാത്ത കൊണ്ടാണ് അവൾ കൊണ്ടുവരാത്തത്. അതുകൊണ്ട് എനിക്ക് വിഷമം വന്നു. അപ്പോൾ എൻ്റെ വീണ ഒരു പെൻസിൽ ഞാൻ അവൾക്ക് നൽകി. അവൾക്ക് സന്തോഷമായി. അയ്യോ പാവം എന്റെ മോളെ ഞാൻ വെറുതെ തല്ലി. കഷ്ടമായി പോയല്ലോ. മോളെ മോളെ മോളെന്നെന്തേ സ്കൂളിൽ നിന്ന് വീണയ്ക്ക് പെൻസിൽ കൊടുത്ത കാര്യം അമ്മേനോട് പറയാഞ്ഞത്? എന്തുകൊണ്ടല്ലേ അമ്മ മോളെ തല്ലിയത്? മോള് സത്യം പറയണ്ടില്ലായിരുന്നോ? അതുകൊണ്ടല്ലേ അമ്മ ഒരുപാട് കുട്ടീനെ തല്ലിയത്? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മേനോട് സത്യം പറയണ്ടേ? സാരമില്ല, അമ്മ തല്ലിയത് സാരമില്ല കേട്ടോ. അമ്മ അറിയാതെയല്ലേ തല്ലിയത്. അമ്മയല്ലേ തന്നെ, വേറെ ആരുമല്ലല്ലോ. കേട്ടോ അമ്മേനോട് ക്ഷമിക്കണേ. അമ്മ അറിയാതെ തല്ലിയതാണ്. ഇവിടെ നല്ലൊരു കാര്യല്ലേ ചെയ്തത്. അത് സാരമില്ല അമ്മ. അമ്മ അതറിയാതെയല്ലേ തല്ലിയത്. സാരമില്ല കേട്ടോ. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ആരോടായാലും ക്ഷമ ചോദിക്കുവാൻ നാം ഒട്ടും മടിക്കരുത്. അത് നമ്മുടെ മക്കളോടായാലും. അത് കണ്ടായിരിക്കണം നമ്മുടെ മക്കളും വളരുവാൻ.